ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹലാൽ എന്നുള്ള പ്രയോഗം വലിയ തോതിൽ ചർച്ചയായ ഒരിടാണ് ഇന്ത്യ. നമുക്കറിയാം അത് യു പിയിലും കേരളത്തിലും ഒക്കെ ചർച്ചകൾക്ക് അത് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഈ ജൂൺ 1 ഒമാനും ഇന്ത്യയും തമ്മിലൊരു വ്യാപാര കരാറുണ്ടാക്കിയിട്ടുണ്ട്. കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്ന പേരിൽ ഡൽഹിയിൽ വെച്ചിട്ടാണ് 1-ാം തീയതി ഇന്ത്യയുടെ പ്രതിനിധികളും അതുപോലെ ഒമാൻ്റെ വ്യാപാര പ്രതിനിധികളുമായിട്ട് അത്തരമൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുള്ളത്. ആ കരാറിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള വസ്തുക്കളാണ് ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കയറ്റി അയക്കുക അല്ലെങ്കിൽ ഒമാൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു എഗ്രിമെൻറ്റ് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഹലാലായിട്ടുള്ള വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്യാം. ഹലാൽ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഒമാനിലേക്ക് കയറ്റി അയക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കരാറിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹലാൽ ഭക്ഷണത്തിൻ്റെ പേരിലും ഹലാൽ എന്നുള്ള പ്രയോഗത്തിൻ്റെ പേരിലുമൊക്കെ യു പിയിലും കേരളത്തിലുമൊക്കെ നടന്നിട്ടുള്ള ഒരുപാട് മനുഷ്യർ തല്ലിക്കൊല്ലുക വരെ ചെയ്തിട്ടുള്ള ഉണ്ട് യു പിയിലടക്കം. ഈ ഹലാൽ എന്നുള്ള പ്രയോഗം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാതെ. നമുക്കറിയാം കേരളത്തിൽ ഹലാൽ ഇവിടെ വലിയ ചർച്ചയായിരുന്നു. അത് തുപ്പിയ മൗലവിമാർ അല്ലെങ്കിൽ മൗലിയന്മാർ തുപ്പിയിട്ടുള്ള ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണം നടക്കേണ്ടായിട്ടുണ്ട്. ഹോട്ടലുകളുടെ മുമ്പിൽ ഹലാൽ എന്നുള്ള ബോർഡ് കണ്ടാൽ അവിടെ കയറി ഭക്ഷണം കഴിക്കരുത് എന്ന് നിർദ്ദേശം കൊടുക്കുന്ന നിലയിലേക്ക് കാസെ പോലുള്ള സംഘടനകൾ എത്തേണ്ടായി. അതുപോലെ സംഘപരിവാര സംഘടനകൾ എത്തേണ്ടായി. അത്രയും മോശം നിലയിലേക്ക് കേരളത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു.